ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം എന്ന സന്ദേശമുയർത്തിയ ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെ MLA യും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ മുൻകൈയെടുത്ത് സമഗ്ര കൊട്ടാരക്കര എന്ന ഒരു പദ്ധതി വിവിധ മേഖലകളുടെ സമസ്ത വികസനവും ക്ഷേമവുമായ ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുകയാണ്, തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ സമഗ്ര കൊട്ടാരക്കരയുടെ ഭാഗമായിട്ടും മാലിന്യമുക്ത നവകേരളം എന്ന വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടും കൊട്ടാരക്കര നഗരസഭയും അതുപോലെ മൈലം കുളക്കട പഞ്ചായത്തുകളിൽ കടന്നു പോകുന്ന മീൻപിടിപ്പാറ മുതൽ നമ്മുടെ കല്ലടയാറ് അന്തമൺ കല്ലടയാറ് വരെ എത്തിച്ചേരുന്ന പുലമൻ തോട് നവീകരണ ശുചീകരണ പ്രവർത്തനമാണ് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വിപുലമായ ഒരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും അതുപോലെ യൂത്ത് സംഘടനകൾ, വിവിധ സംഘടനകളുടെ സ്കൂൾ NSS, കോളേജ് NSS, SPC, NCC, അത് കുടുംബശ്രീ, ഹരിതകേരള മിഷന്, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി, ആശാപ്രവർത്തകർ തുടങ്ങി സമൂഹത്തെ എല്ലാ വിഭാഗം വ്യാപാരി വ്യവസായി സമിതികളടക്കമുള്ള എല്ലാ വ്യാപാരി വ്യവസായി സംഘടനകളടക്കമുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണത്തോടുകൂടി വലിയൊരു പ്രോഗ്രാം ഇവിടെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗം 2-ാം തീയതി കഴിഞ്ഞ 20-ാം തീയതി ഒരു മീറ്റിംഗ് എല്ലാം കൂടി സംഘാടക സമിതി രൂപീകരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും നാളെയും കൊട്ടാരക്കര പുലവന്തോട് നവീകരണവും അതുപോലെ നഗര സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയും കൊട്ടാരക്കര മാർക്കറ്റിലെ കമ്പോളത്തിലെ എല്ലാ കടകളിലും ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള സ്ക്വാഡ് പ്രവർത്തനം ഇന്ന് നാളെയും നടക്കുകയാണ്. 27-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് ഒരു ശുചീകരണ പ്രവർത്തനം MC റോഡ് കുന്നക്കര മുതൽ രവീന്ദ്രനഗർ വരെ നടത്താൻ ഇയ്യംകുന്ന് വരെ നടത്തുകയാണ്. അതുപോലെ 30-ാം തീയതി വൈകുന്നേരത്ത് 3 മണിക്ക് കുന്നക്കര 30-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കുന്നക്കരയിൽ നിന്ന് രവീന്ദ്രനഗർ വരെയുള്ളൊരു കൂട്ടയോട്ടം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2-ാം തീയതി ആണ് ആയിരക്കണക്കിന് ആളുകൾ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചു. സന്നദ്ധ പ്രവർത്തനവും അതുപോലെ ജലസേന വകുപ്പിൻ്റെ ഇറിഗേഷൻ വകുപ്പിൻ്റെ പ്രവർത്തനം കൂടി ചേർത്തുകൊണ്ട് വലിയ പ്രവർത്തനം നടത്തുകയാണ്. ലാൻഡ് യൂസേജ് ബോർഡും അതുപോലെ തന്നെ നവകേരള മിഷനും ഹരിതകേരള മിഷനൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അതിൽ കിലയുണ്ട്. അങ്ങനെ സമൂഹം എല്ലാ വിഭാഗം ആളുകൾ ഉൾപ്പെടുത്തിയുള്ള വലിയ പ്രവർത്തനമാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2-ാം തീയതി രാവിലെ 10 മണിക്ക് കൊട്ടാരക്കര LIC കോമ്പൗണ്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണ് ഈ പരിപാടി, ശ്രീ പിണറായി വിജയൻ അവർക്കാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ കൊട്ടാരക്കര ധനകാര്യമന്ത്രി പങ്കെടുക്കും, അതുപോലെ തദ്ദേശ മന്ത്രി പങ്കെടുക്കും, ജില്ലയിലെ മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്, MLA മാർ പങ്കെടുക്കും. ആ നിലയിൽ കേരളമാകെ അന്ന് കൊട്ടാരക്കര കേന്ദ്രീകരിക്കുകയാണ്. കൊട്ടാരക്കര പുലവന്തോട് നവീകരണവും നഗര സൗന്ദര്യവൽക്കരണവും ഇതിൻ്റെ ഭാഗമായി നടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്.